അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, നമ്മളെ ഇപ്പോൾ വിഭജനം നടത്തുകയാണ് അല്ലേ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ചു 1947 മുമ്പ് അല്ലേ, കുറച്ച് മുമ്പ്. എത്രയാണെന്നുള്ള കണക്ക് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, കൃത്യമായി അറിയാം. എന്നതുപോലെ വിഭജനം ഒരു മുറിവേൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഒരു മുറിവേൽപ്പിക്കുന്നതായിരുന്നു. എന്നതുപോലെ ഒരു ആഘാതമായിരുന്നു, അപ്രതീക്ഷിതമായ ഒരു വിഭജനമായിരുന്നു ഡിവൈഡ്. എന്നതുപോലെ ഇവിടെയും നമ്മുടെ രണ്ട് ബില്ലുകളുണ്ടായിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ, ആ 2 ബില്ലുകൾക്കും എന്ത് വേണം? അവർക്ക് വേണ്ടത് എന്താ? അതെ, റൊട്ടി കഷ്ണം അല്ലേ. അപ്പോൾ റൊട്ടി കഷ്ണത്തിന് വേണ്ടി അടിപിടി കൂടുന്ന സമയത്ത് ഈ ഒരു അവസരം മുതലെടുത്ത് ഈ ബന്ദർ നമ്മുടെ കുരങ്ങനെ എങ്ങനെയെങ്കിലും ആ കഷ്ണം കുരങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ കുരങ്ങനെ ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുരങ്ങൻ എന്ത് ചെയ്യണത്? ഈ റൊട്ടി കഷ്ണം എങ്ങനെയെങ്കിലും വീതം വെച്ച് കുറച്ച് കഷ്ണമാക്കി അവസാനം കുടുങ്ങാണ്. ഒരിക്കലും കിട്ടാത്തതായ രീതിയിൽ, രണ്ടാക്കും കിട്ടണ്ട എന്നുള്ള രീതിയിൽ എന്താ ചെറുതാക്കി ഇനിയിപ്പോൾ ഏതായാലും ഞാൻ വീതം വെച്ച് കുഴങ്ങി, അതുകൊണ്ട് ഈ ഒരു കഷ്ണം എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ അവസാനം ഈ ഒരു ടുക്കിട ആർക്കെന്നെ കിട്ടി? വീതം വെക്കണ ആർക്കെന്നെ കിട്ടി എന്നുള്ള ഒരു വിഷയമാണ് പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണ്ടോ? ആഖിർമേ, അവസാനത്തിൽ ഏക്ക് ചോട്ടാസാ ടുക്കിട രഹുകയ, ഒരു വളരെ ചെറിയ ഒരു കഷ്ണം അവശേഷിച്ചു. ചെറിയ കഷ്ണം വീതം വെച്ച് റെഡിയാക്കാണല്ലോ. അപ്പോൾ ചെറിയ ഒരു കഷ്ണം അവശേഷിച്ചു. രഹുകയ. അപ്പോൾ ബന്ദർ പോല ഈ സമയത്ത് ബന്ദർ പറഞ്ഞു. ബന്ദർ എന്താ പറയുന്നത്? കെ ഉസ്കെ ക്യാ റീസേ കറോ, അതിനിപ്പോൾ ഇങ്ങനെ കഷ്ണാക്കാൻ എന്താ ഉള്ളത്? എത്ര ചെറിയ കഷ്ണമായി മാറിയിരിക്കണോ? ഇനിയിപ്പോൾ അതിനെ കഷ്ണാക്കാൻ ഇപ്പം എന്താ ഉള്ളത്? അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാണ്, ഉസ്സേ തുമാരാ ക്യാ ബലാ ഹോഗ, അതുകൊണ്ട് ആ ഒരു ചെറിയ കഷ്ണം കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് വല്ല നന്മയുണ്ടോ, നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഉസ്സേ തുമാരാ ക്യാ ബലാ ഹോഗ, നിങ്ങൾക്ക് വല്ല നന്മ ഉണ്ടായില്ലേ? ആർക്കേ ഒരാൾക്ക് കിട്ടി, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ അണ്ണാക്ക് കിട്ടുമോ? എന്തെങ്കിലും ആവുമോ? തിന്നതുപോലെ തോന്നുമോ? എന്നാൽ എനിക്കാണ് തന്നാളി. എന്താണ് അതിൻ്റെ ആശയം? നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ട, എനിക്ക് തന്നെ ആയിക്കോട്ടെ. ഏതായാലും തുമാരി നിയ്യത്ത് കി ഖറാബീനെ പഹിലേ ഹി കാം ബിഗാഡ് ദിയ, നിങ്ങളുടെ നിയ്യത്തിൻ്റെ മോശത്തരം, നിങ്ങളുടെ ഈ നിയ്യത്ത്, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കരുത്തുണ്ടല്ലോ, അതിൻ്റെ മോശത്തരം ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പഹിലേ ഹി, ആദ്യം തന്നെ തുമാരി നിയ്യത്ത് കി ഖറാബീനെ, നിങ്ങളുടെ നിയ്യത്തിൻ്റെ ആ ഒരു മോശത്തരം, ഖറാബിയുടെ മോശത്തരം, പഹിലേഹി ആദ്യം തന്നെ കാം ബിഗാഡ് ദിയ, നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ മോശമാക്കിയിട്ടുണ്ട്. കാം ബിഗാഡ് ദിയ, മനസ്സിലാവുണ്ടോ? കാം ബിഗാഡ് ദിയ. മൈനെ ദോനോ ടുകുടോं का वजन बराबर करने में कितनी मेहनत की है. എന്താ പറയണേ? ഞാൻ ദോനോ ടുക്കുടാക്ക, 2 കഷ്ണങ്ങളെയും, ഞാൻ ഈ ഒരു 2 കഷ്ണങ്ങളെയും വസിൻ ബറാബർ കർണെ, തൂക്കൊക്കെ ശരിയാക്കി ലെവലാക്കി ഉണ്ടാക്കുന്ന വിഷയത്തിൽ എന്തായിട്ടുണ്ട്? കിത്തിനി മെഹനത്ത് കി ഹെ, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ലെവലാക്കി സ്കെയിൽ വെച്ച് അളന്ന് മുറിച്ച് ഞാൻ എടുക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എനിക്കത്ര പ്രയാസം ഉണ്ടായില്ലേ? എന്നാലാണെങ്കിൽ അതിപ്പോൾ ചെറുതായും ചെയ്തോ, നിങ്ങളെ തൊള്ളയിൽ കിട്ടാൻ ഒടുക്കും എത്തൂല്ല. നിങ്ങളെ തൊള്ളിക്കാ കിട്ടിയാൽ ഇപ്പോൾ ഏതുപോലെയാണ്? സമുദ്രത്തിൽ ഒറ്റ മത്സ്യം ഉണ്ടാവണ പോലെയാണ്. സമുദ്രത്തിന് ഒറ്റ മത്സ്യം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു മത്സ്യം മാത്രമാണ് സമുദ്രത്തിൽ എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് ആ സമുദ്രത്തിന് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്നതുപോലെയാണ് നമ്മളെ തൊള്ളിക്കാ ചെറിയ കഷ്ണം ഉണ്ടായി ഒടുക്കും എത്തൂല, തിന്നതുപോലെ തോന്നൂല്ല. അപ്പോൾ ത്രാസ് ഉടായെ, ഈ ത്രാസ് ഉയർത്തി ഹാത്ത് തെക്കുകയെ, കൈയൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം?
ഒരിക്കലും നിങ്ങളത് തിന്നരുത്, അത് എനിക്ക് തന്നെ വേണം എന്ന് അദ്ദേഹം പറയാൻ. മനസ്സിലാണ്ടോ? പറഞ്ഞു മനസ്സിലാണ്ടോ? തഗ്ഗയെ ചലോ ചലിക്കൂ, സഞ്ചരിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോളും. ടുക്കിടാഹി മേരി മസ്ദൂരി ഇതേതോ, ഈ ഒരു കഷ്ണം എനിക്കൊരു എന്താണ് കൂലിയായിട്ട് നിങ്ങൾ നൽകും. എൻ്റെ പ്രവർത്തനത്തിനുള്ളൊരു കൂലിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തരണം. കഹ്കാർ ഇത് പറഞ്ഞിട്ട് ബന്ദറിനെ വോട്ടുക്കിടാ ബിക്കാലിയ, നമ്മുടെ കുരങ്ങൻ ആ ഒരു കഷ്ണവും തിന്നു. ഇതാണ് ബന്ദർവാണ്ടിൻ്റെ കിസ്മത്ത് എന്ന് പറയുന്നത്, വിഹിതം വെക്കണ പരിപാടി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഷോട്ട് നിങ്ങൾ എഴുതുക, ഉഷാറാക്കി എഴുതുക. പിന്നെ മാത്രമല്ല ഇതിൽ കുറച്ച് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദിൽചസ്പ് അങ്ങനെ പോയി നോക്കിയാൽ അറിയാം. അതിന് ശേഷം കുറച്ച് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളൊക്കെ കറക്റ്റായിട്ടും ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. മനസ്സിലായോ പറഞ്ഞേ? പിന്നെ അതിൽ കുറച്ച് ചോദ്യോത്തരം കൊടുത്തിട്ടുണ്ട്. ചോദ്യോത്തരങ്ങൾ ഇതിപ്പോൾ കാര്യമായിട്ടൊന്നും എഴുതാനില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ചോദ്യോത്തരത്തിൽ ഗൗർ കീജിയ എന്നുള്ളൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചിട്ട് അതിനെ മലയാളം എഴുതുക. അതാണ് നിങ്ങൾക്കുള്ള പണി. ഗൗർ കീജിയ ഇതിൽ മൊത്തത്തിൽ എന്താ പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു മലയാളം ഷോട്ട് നിങ്ങൾ എഴുതി വരിക. ഗൗർ കീജിയ എന്ന് കണ്ടോ വലിയ 2 അത് നോക്കിയാൽ അറിയാം, നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിയാൽ അറിയാം. അത് മാത്രമാണ്, അതും പ്ലസ് അതുപോലെ ഇപ്പോൾ എടുത്ത ക്ലാസ്സിൻ്റെ ഷോട്ടും. അത്രയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.